ആശംസ അർപ്പിക്കുന്നതിന് ശ്രീ പത്മനാഭൻ സാറെ ക്ഷണിക്കുകയാണ്. അദ്ദേഹം ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷന്റെ സെക്രട്ടറിയാണ്. വേദിയിലും സദസ്സിലും ഉള്ള വിശിഷ്ട വ്യക്തികളെ, എനിക്ക് സംസാരിക്കുവാനൊരു പ്ലസ് പോയിന്റ് കിട്ടിയിട്ടുണ്ട്. കാരണം എനിക്ക് ശേഷം ആരും സംസാരിക്കാനില്ല. ആരെങ്കിലും ഉണ്ടോ എന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്ന് കരുതി ഈ വൈകിയ വേളയിൽ ഒരു ദീർഘമായ സംസാരത്തിന് മുതിരുന്നുമില്ല. ഞാൻ എൻ്റെ ഈ 62 വയസ്സിനിടയ്ക്ക് ധാരാളം ഹിന്ദു സഹോദരന്മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, മുസ്ലിം സഹോദരന്മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, ക്രിസ്ത്യൻ സഹോദരന്മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ ആദ്യമായി ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ടത് ശ്രീ ഷംസുക്കയുമായിട്ടുള്ള ബന്ധത്തോടുകൂടിയാണ്. ഇത് ഒരു അധികപ്പറ്റാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഞാനിത് സത്യമായിട്ട് പറഞ്ഞു, എൻ്റെ ഹൃദയത്തിൽ തട്ടി ഞാൻ പറയുന്നത്. ഒരു മനുഷ്യനെ ആദ്യമായിട്ട് ഞാൻ കണ്ടു എന്ന് കരുതി ഇവിടെയുള്ളവരാരും മനുഷ്യരല്ല എന്നൊന്നും അല്ല ഞാൻ സംസാരിക്കും. ഞാനും മനുഷ്യരാണ്, നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മളും ഷംസുക്കയെ പോലെ മനുഷ്യരായി മാറണമെന്നൊരു അഭ്യർത്ഥന ആദ്യമായിട്ട് ഞാൻ പ്രഖ്യാപിക്കുക. നിങ്ങൾക്ക് മുസ്ലിമായിട്ട് ജീവിക്കാം, പള്ളിയിൽ പോകാം, ഹിന്ദുവായിട്ട് എനിക്ക് ജീവിക്കാം, അമ്പലത്തിൽ പോകാം, അതിലൊക്കെ നമുക്ക് വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങളുണ്ട്, അതൊക്കെ ആയിക്കൊള്ളട്ടെ. പക്ഷേ സർവോപരി നമ്മൾ മനുഷ്യരായിരിക്കുക. ആ ഒരു വിചാരം മാത്രമേ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുവാൻ പാടുള്ളൂ. മറ്റു വിചാരങ്ങളൊക്കെ പള്ളിയിൽ പോകുമ്പോഴും അമ്പലത്തിൽ പോകുമ്പോഴും പൂജാമുറിയിലിരിക്കുമ്പോഴും ഒക്കെ ആകാം. അത് നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം, കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ പലരും സംസാരിച്ചു. എനിക്ക് ആദ്യമായി എൻ്റെ സുഹൃത്തുക്കളോട്, അല്ല നമ്മളോട് മൊത്തത്തിൽ പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ആദ്യമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ നെപ്പോളിയൻ, അതുപോലെ ഹിറ്റ്ലർ, അതായത് ബ്രിട്ടീഷ് സാമ്രാജ്യം, ഇതൊക്കെ ലോകം മുഴുവൻ പിടിച്ചടക്കിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ഇതൊന്നും ആവശ്യപ്പെടുന്നില്ല. നിങ്ങളുടെ ഇത്രയും വട്ടത്തിൽ ഈ കൊച്ചു മനസ്സിനെ നിങ്ങൾ ആദ്യം ഒന്ന് പിടിച്ചടക്കണം, കീഴ്പ്പെടുത്തണം, നമ്മുടെ കയ്യിലെടുക്കണം. നമ്മുടെ ആ കൊച്ചു മനസ്സിനെ കയ്യിലെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരു പരിപാടിയും നമുക്ക് വിജയിപ്പിക്കാൻ കഴിയില്ല, ജീവിതം പരാജയപ്പെടും. അതുകൊണ്ട് നിർബന്ധമായിട്ടും നാം നമ്മുടെ കൊച്ചു മനസ്സിനെ കയ്യിലെടുക്കുക, കീഴ്പ്പെടുത്തുക, സ്നേഹിക്കുക, ഇവനൊക്കെ ചെയ്തോളൂ, ഒന്ന് കീഴ്പ്പെടുത്തണം. അതിനുശേഷം നമുക്ക് മുന്നോട്ട് പോകാം. ഇത് ഞാൻ അനുഭവത്തിൽ പറയുന്നതാണ്, എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ സംസാരിക്കുന്നതാണ്. ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചായ കഴിക്കുന്നൊരു വ്യക്തിയായിരുന്നു. ചായ കഴിച്ച് ഡോക്ടറിനോട് പറഞ്ഞു, കിഡ്നി ശ്രദ്ധിക്കണം, സംഗതി കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞു. എന്താ അതിന് കാരണം? അതുപോലെ കാപ്പി കഴിച്ചാലും കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ എല്ലാ സാധനവും കഴിച്ചാൽ കുഴപ്പമുണ്ട്, എനിക്കും അറിയാം. അപ്പൊ എനിക്ക് ഈ സംഗതികളെ കുറിച്ചൊക്കെ അറിവുണ്ടായിരുന്നു. കാപ്പി കുടിച്ചാൽ അതിനകത്ത് പിന്നെ വിഷാംശമുണ്ട്, ചായയിൽ വിഷാംശമുണ്ട്, ഇതൊക്കെ എനിക്കറിയാം. പക്ഷെ എനിക്ക് അതിലൊരു എൻ്റെ ആ അറിവൊരു ബോധതലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അവസാനം രക്തമെല്ലാം പരിശോധിച്ച് ഡോക്ടർ എന്നോട് ഇത് പറയുമ്പോൾ മാത്രമാണ് ഒരു ബോധതലത്തിൻ്റെ ഒരു 90% എനിക്കെത്താൻ കഴിഞ്ഞത്. ഇതുപോലെ നമ്മളെല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് അറിവേ ഉള്ളൂ. ഈ അറിവിനെ ബോധതലത്തിലേക്ക് കൊണ്ടുവരുവാൻ എപ്പോൾ സാധിക്കുന്നുവോ അപ്പോഴേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാനൊരു അധ്യാപകൻ കൂടി ആയിരുന്നു, ഇപ്പോഴത്തെ പെൻഷനറാണ്. അതുകൊണ്ട് ആ അനുഭവത്തിൽ കൂടി ഞാൻ പറയുകയാണ്, നിങ്ങൾ 1ാം ക്ലാസ്സിൽ 50 കുട്ടികളെ വെച്ചിട്ട് തേനിന് മധുരമാണെന്ന് 500 തവണ പറഞ്ഞോളൂ. പക്ഷെ ആ കുട്ടിക്ക് ഇത് മധുരം, തേനിൻ്റെ മധുരം അറിയില്ല. അതിന് പകരം ഓരോ തുള്ളി തേൻ അതിൻ്റെ ഓരോ കുട്ടിയുടെയും നാവിൽ എത്തിച്ച് പറഞ്ഞു നോക്കൂ. അപ്പോഴാണ് തേനിന് മധുരമാണെന്നുള്ള അറിവ് ബോധതലത്തിലേക്ക് വരുന്നത്.